കണ്ണൂർ കായലോട്ടെ ആൾക്കൂട്ട വിചാരണയുടെ ദൃശ്യങ്ങൾ പുറത്ത് മധ്യസ്ഥ ചർച്ച എന്ന നിലയിലാണ് ഓഫീസിൽ വേദിയൊരുക്കിയതെന്ന് SDP ന്യായീകരണം. പാർട്ടി എന്ന തലത്തിലല്ല, കുടുംബം എന്ന രീതിയിലാണ് വിഷയത്തിൽ ഇടപെട്ടതെന്നും അവർ നിലപാട് അറിയിക്കുകയാണ്. ഫെലിക്സ് ഈ മൈതാനത്തുണ്ട് മർദ്ദിച്ചു ഈ യുവാവിനെ എന്നടക്കം, പിന്നീട് ഇപ്പോൾ യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് കൂടി വരുമ്പോൾ പോലീസ് അതിൽ FIR അടക്കം അതിൻ്റെ കൃത്യമായ അന്വേഷണത്തിലേക്കും അല്ലെങ്കിൽ നടപടിയെടുക്കേണ്ട രീതിയിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ SDP പ്രതിക്കൂട്ടിലാകുമ്പോൾ SDP ഭാഗത്തുനിന്ന് ഈ ദൃശ്യം പുറത്തുവിടുന്നത്. ഇതിലെന്താണ് ഇതിൻ്റെ കൂടുതലായിട്ട് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രതീക്ഷ, പോലീസ് കമ്മീഷണർ നടത്തിയ പ്രസ് മീറ്റിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിചാരണ നടത്തിയെന്ന് പോലീസ് തന്നെ സമ്മതിക്കുമ്പോഴാണ് SDP പ്രവർത്തകർ ഈ ഓഫീസിനുള്ളിൽ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഈ ഓഫീസിനുള്ളിൽ SDP ഓഫീസിനുള്ളിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടന്നത്. ഓഫീസിനുള്ളിൽ ഈ യുവാവുണ്ട്, അതായത് റസീനയുടെ ആൺസുഹൃത്തുണ്ട്. ഒപ്പം ആൺസുഹൃത്തിനോട് സംസാരിക്കുന്നത് ഈ റസീനയുടെ ഉപ്പയുടെ അനുജനാണ്. അവർ തമ്മിലുള്ള സംഭാഷണമാണ് അതിലുള്ളത്. പക്ഷെ അതൊരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. ബാക്കിയുള്ള വീഡിയോ ദൃശ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ വന്നിട്ടില്ല. അതായത് മൈതാനത്തെ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നടക്കമുള്ള ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, മറ്റുള്ള വിചാരണ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഭാഗം മാത്രം, ചെറിയൊരു ശകലമാണ്, ദൃശ്യശകലമാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ അത് SDP തന്നെ, ആരോപണ വിധേയരായ ആളുകൾ തന്നെയാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട് ഇനിയും. ഇത് എന്തൊക്കെ സംഭവിച്ചു, കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തു വരേണ്ടതുണ്ട്. അതായത് ഈ ഒരു റോഡിനരികിൽ വെച്ചാണ് ഇവരുമായി ആദ്യം സംസാരം തുടരുന്നത്. പിന്നീട് മൈതാനത്തേക്ക് കൊണ്ടുപോയി, പിന്നീട് അവിടെ SDP ഓഫീസിലേക്ക് കൊണ്ടുപോയി. അപ്പോ ഈ വഴിക്കൊക്കെ എന്ത് സംഭവിച്ചു എന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. മാത്രമല്ല, ഓഫീസിനുള്ളിൽ നിന്ന് എടുത്ത വീഡിയോ ദൃശ്യത്തിന്റെ വളരെ കുറച്ചു ഭാഗം മാത്രമാണ് SDP ഇപ്പോൾ പുറത്തുവിടാൻ തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെന്താണ് സംഭവിച്ചത്, കൂടുതൽ കാര്യങ്ങൾ വെളിച്ചത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും വിശദമായ അന്വേഷണം ആവശ്യമാണ്. പോലീസ് അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ റസീനയുടെ മാതാവ് തലശ്ശേരി ASP ഓഫീസിലെത്തി ഈ ആൺസുഹൃത്തിനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. അക്കാര്യം അന്വേഷിക്കും എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. പോലീസും കുടുംബവും ഇരു തട്ടിലായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോലീസ് പോകുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നും വിലയിരുത്താൻ കഴിയില്ല, കാരണം ഇത് വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ മാത്രമുള്ളൊരു ദൃശ്യമാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ വന്നിരിക്കുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ചെറു ഭാഗം മാത്രം വന്ന് ഇരിക്കുന്ന സമയത്തെടുക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള ഒരു ദൃശ്യം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. SDP ന്യായീകരണത്തിനായി പോലീസ് കേസൊക്കെ എടുത്ത് ഈ സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകൾ വ്യക്തമാക്കാനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിന് അറിയിച്ചതിന് പിന്നാലെയാണ് ഈ ദൃശ്യം പുറത്തേക്ക് വരുന്നത്.